ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോ പട്ടണം അടച്ചുറപ്പാക്കിയതുപോലെ ഇന്ന് പകൽ ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു. ആരാധിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്ന ദൈവമേ, പ്രാർത്ഥിക്കുന്ന ദൈവമേ, പിശാചിനെ കണ്ട് നീ ഭയപ്പെടുകയല്ല. പിശാച് നിന്നെ കണ്ട് ഭയപ്പെടത്തക്ക നിലയിൽ, പിശാച് നിന്നെ കണ്ട് ഭയപ്പെടത്തക്ക നിലയിൽ, നിന്നെ കണ്ട് പേടിക്കത്തക്ക നിലയിൽ ഒരാത്മാവിന്റെ പരിവർത്തനം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്ന് ഉയർന്നു നിൽക്കുന്ന പൈശാചിന്റെ മണ്ഡലങ്ങള്, ആ ചില മതിലുകള് അകത്ത് തൈപ്പരമാക്കാൻ ജയം പ്രാപിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുക. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിനക്കകത്ത് വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവിന്റെ ശക്തി അകത്തടങ്ങട്ടെ. ദൈവത്തോട് ചേർന്നിരിക്കട്ടെ. ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകട്ടെ. വിഗ്രഹങ്ങളോട് അകലം പാലിക്കട്ടെ. ഇന്നലെ നിന്നെ കണ്ട് ചില പൈശാചിക മണ്ഡലങ്ങൾ ഉറവറ്റത്തക്ക നിലയിൽ, അകലം പാലിക്കത്തക്ക നിലയിൽ ആത്മാവിന്റെ ശക്തി നിന്നിൽ കൂടെ പരിവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ. മാനുഷിക നിലയിൽ ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. എരിഹോവിന് മതിലൊക്കെ തണുപ്പോ. പക്ഷെ സത്യത്തിൽ പേടി അകത്ത. ഇവിടെ പേടിക്കുന്നതിനേക്കാൾ ഭയങ്കര പേടി അകത്ത് നടക്കുക. കാരണം അറിയോ, ഇവരുടെ കയ്യിലെ ആയുധങ്ങൾ കണ്ടല്ല, ഇവരോട് കൂടെയുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ട ഇന്ന് പകൽ ശത്രുമണ്ഡലങ്ങൾ നിന്നെ കണ്ടല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് നിന്നെ ഭയപ്പെട്ട് അകലം പാലിക്കുന്ന ദോഷങ്ങൾ മുന്നിലുണ്ട്. ഇന്നലെ പിശാചിനെ ഭയപ്പെട്ടു, അവന്റെ തന്ത്രങ്ങളെ ഭയപ്പെട്ടു, അവന്റെ പദ്ധതികളെ ഭയപ്പെട്ടു. എന്നാൽ ഇന്ന് മകൻ ആത്മസാന്നിധ്യത്തിന്റെ അകത്ത് വരട്ടെ. നിന്നെ